ആദ്യം എനിക്ക് അറ്റാക്കിൻ്റെയാണ് ഉണ്ടായത്. സൈലൻ്റ് അറ്റാക്കാണ്. അതിന് മരുന്ന്, രക്തം കട്ട പിടിക്കാത്ത മരുന്നും എല്ലാ മരുന്നുകളും കഴിക്കണം. ഷുഗർ, പ്രഷർ എല്ലാം ഉണ്ടായി. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 7 മാസമായി. ഇപ്പോൾ സൂക്കേട് തുടങ്ങിയ മൂത്രപ്പഴുപ്പ്, മൂത്രത്തിൽ കിഡ്നിക്ക് പഴുപ്പ്, സോഡിയം കുറഞ്ഞ് പ്രഷറും ഷുഗറും കൂടി. 1 മാസത്തെ മരുന്നിന് വരണുള്ളത് 2877 ഉറുപ്പിയാണ് വരണത്. ഈ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് പ്രതീക്ഷ വേണം. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കണം. അതെ, അന്നത്തെ അതേ പ്രതീക്ഷ ഇപ്പോഴും തുടരുന്നുണ്ട്. നവകേരള സദസ്സിലെത്തിയതും അങ്ങനെയാണ്. പക്ഷേ പ്രതീക്ഷയ്ക്കൊത്ത പ്രതികരണം ലഭിക്കാത്തതിൻ്റെ നിരാശയിലാണ്. സുഖമില്ല, അധികം വർത്തമാനം പറയാൻ പോലും വയ്യ എനിക്ക്. എല്ലാ കാര്യങ്ങളും ഞാൻ അവിടുന്ന് പറഞ്ഞ്, എന്നോട് അന്വേഷിച്ച് എല്ലാ കാര്യവും പറഞ്ഞ് കടലാസൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്കാണ് 2 ബുക്കിലെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് എല്ലാം ഞാൻ കൊടുത്തേക്കണ്. അറ്റാക്ക് എഴുന്നാതിക്ക് പിന്നുണ്ട് വന്നത് സോഡിയം കുറയലും, മൂത്രത്തിൽ പഴുപ്പും, കിഡ്നിക്ക് പഴുപ്പൊക്കെ എടുത്ത് ആ പഴുപ്പും അങ്ങനെയുള്ള സൂക്കടൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ഒരു മറുപടിയും കിട്ടിയിട്ടില്ല, ഒന്നും അന്വേഷിച്ചിട്ടില്ല. അതാണ് എനിക്ക് ആദ്യം ശ്വാസമുട്ടലുണ്ടായത്. പിന്നെ നെഞ്ഞുവേദന. കോഴിക്കോട് 2-3 പ്രാവശ്യം കാണിച്ച് അഡ്മിറ്റ് കിടന്ന്. ഒരു കൊല്ലം തോണത്തിന് 2-3 മാസം അഡ്മിറ്റ് കിടന്ന്. എന്നിട്ട് ഇപ്പോൾ മരുന്ന് വാങ്ങാൻ പാകില്ല. കുറച്ച് മരുന്ന് ഇവിടെ കുറുമ്പടി കാണിക്കും, ബാക്കിയുള്ള പുറത്തുനിന്നും വാങ്ങും. സരോജിനിക്കും ഭർത്താവിനും ആരോഗ്യ പ്രശ്നങ്ങളേറെയാണ്. അതിനിടയിലെ ഒരാശ്വാസമായാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ടെത്തിയ സദസ്സിലെ കണ്ടത്. ഒരു ശുഭവാർത്തയ്ക്കായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. വൈകാതെ കിട്ടുകയും വേണം. അത്രമാത്രമുണ്ട് ജീവിത പ്രതിസന്ധി. ക്യാമറാമാൻ വിനോദ് മറാഴയ്ക്കൊപ്പം അരുൺ അമർനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.